കൊച്ചി ചെല്ലാനത്ത് സംഘർഷാവസ്ഥയാണ്. സമരം കടുപ്പിച്ച ജനകീയ സമിതി. ജില്ലാ കളക്ടർ നേരിട്ടെത്തി ചർച്ച നടത്തുകയാണ്. സ്ഥലത്തെത്തിയ ഹൈക്കോടതി ജഡ്ജി ബച്ചു കുര്യനെ തടഞ്ഞ തീരദേശവാസികൾ. ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിച്ചു. അവിടെ അങ്ങനെയില്ല. CMS മുതൽ അങ്ങോട്ട് ബീച്ച് റോഡ് വരെയുള്ള നമ്മുടെ ഇമ്മാനുവൽ ചർച്ച് വരെയുള്ള പ്രദേശത്ത് കരിങ്കൽ ഭിത്തിയെ മുട്ടിയാണ് വീടിന്റെ പടിഞ്ഞാറ് ഭിത്തിയിരിക്കുന്നത്. പല വീടുകളുടെയും ഭിത്തിയിലാണ് വന്ന് തിരയടിക്കുന്നത്. ഞാൻ പേടിക്കുന്നത് ഏതെങ്കിലും ഒരു വലിയ തിര വന്നാൽ പല വീടുകളും ഇടിഞ്ഞ് താഴത്തേക്ക് പോകും. ഉരുളുപൊട്ടി കേൾക്കുന്നത് പോലെ നമ്മളുടെ ഇവിടെ ദുരന്തമുണ്ടാവും. താമസിയാതെ അതുണ്ടാവും. കാരണം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് കല്ലിൽ കൂടി പുത്തന്തോട് മുതൽ INS ദ്രോണാചാരി വരെ നടന്ന് പരിശോധിച്ചതാണ്. ഓരോ സ്ഥലവും അളന്ന് തിട്ടപ്പെടുത്തി നടന്ന് പരിശോധിച്ചതാണ്. തിരമാല അടിച്ച് അത് തമ്മിലടിച്ച് ഉരുണ്ടിരിക്കുകയും അപ്പൊ കല്ല് സ്വാഭാവികമായും ഇരിക്കും. അതുകൂടാതെ തന്നെ ചെല്ലാനത്ത് പുലിമുട്ട് വന്നതിന് ശേഷം ഇങ്ങോട്ട് ആഴം വളരെയധികം കൂടി. സ്വാഭാവികമായും തിര ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ വളരെ ദുരന്തമുണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗം പുലിമുട്ട് വടക്കുന്ന് നിന്നിട്ട് വരികയും ഈ മണ്ണടിക്കൽ തെക്കുന്ന് വരികയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. കളക്ടർ ഇപ്പൊ പറഞ്ഞതിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് നമ്മൾ സമരത്തിൽ നിന്ന് ഇന്നത്തേക്ക് പിന്മാറുന്നു. അടുത്ത 21-ാം തീയതി വാവ അന്ന് അതിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ അടുത്ത 21-ാം തീയതി നമ്മളിവിടെ വീണ്ടും വരും. അതല്ല എങ്കിൽ കൈനൊളിക്കും. അതല്ല എങ്കിൽ നമ്മൾ സമരം തുടരും. നമുക്ക് ഇത് കളക്ടറുടെ വാക്ക് നമുക്ക് വിശ്വാസമില്ല. പണ്ടേ വിശ്വാസം കുറവാണ്. അതെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഈ കളക്ടറുടെ വിലക്ക് ഒരു 14 ദിവസത്തെ ആയുസ് കൂടി കൊടുത്തുകൊണ്ട് നമുക്ക് തൽക്കാലം പിരിഞ്ഞു പോയിട്ട് ഇത് ഈ പറയുന്ന 14 ദിവസം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മളും സംതൃപ്തര്, അവരും സംതൃപ്തര്. അതല്ലെങ്കിൽ വർദ്ധിത വീര്യത്തോടുകൂടി ഇന്ന് വരാത്തവരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ സമരമല്ല ജീവിക്കാനായിട്ട് അങ്ങോട്ട് തീരുമാനിക്കുക. എന്താണ് അഭിപ്രായം? സ്പ്ലിറ്റ് ചെയ്ത് ഈ പകുതിയല്ല മൊത്തമായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ തീരം സംരക്ഷിക്കപ്പെടുള്ളൂ. ഈ മണ്ണടിക്കല് നാളെ മുതൽ അല്ലെ ചൊവ്വാഴ്ച കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ മണ്ണടിക്കണം. സമ്മതിച്ചോ? മണ്ണടിക്കണം. അത് മീറ്റിംഗ് കൂടിയിട്ട് പോർട്ട് ട്രസ്റ്റോട് സംസാരിച്ചിട്ട് ഉടനെ തന്നെ അതിൽ തീരുമാനം എടുക്കാം. ഇല്ല, ഐ വിൽ ബി ഇൻ ടച്ച്. നിങ്ങളും വരാം. ഞങ്ങൾ പറയുന്നത് ട്യൂസ്ഡേ മീറ്റിംഗ് നിങ്ങളും വാ. നമുക്ക് എന്ത് സംസാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. യു വിൽ ബി ഇൻ ടച്ച് ഡയറക്ട്ലി. എൻ്റെ കൂടെ ഡയറക്ട്ലി ടച്ചിലിരിക്കാം. ഓക്കെ. അതെ. ഇല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോർട്ട് ട്രസ്റ്റോട് മീറ്റിംഗ് എടുക്കണം. ഞാൻ പരിശോധിക്കാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇല്ല, നിങ്ങൾ 2000 നടന്നിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് നമുക്ക് ചെയ്യാം. കാര്യങ്ങൾ രണ്ടുപേരും വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് ട്യൂസ്ഡേ മീറ്റിംഗ് എടുക്കണം. ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളോട് ടച്ചിലുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. നമുക്കത് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നല്ല തീരുമാനങ്ങൾ തന്നെ ഉണ്ടാവും. അത് ഞാൻ ഉറപ്പ് തരുന്നുണ്ട്. പ്ലീസ്. സാറല്ല, ആ 247 കോടി രൂപ ഇവിടെ ഒട്ടിച്ചത് സാറല്ലായിരുന്നു. അതുകൊണ്ട് ആ വിഷയം നമുക്ക് പറയാം. സാറല്ല ഈ കാര്യം അപ്പോൾ കളക്ടറുടെ തീരുമാനം ഇതാണ്. ചൊവ്വാഴ്ച മീറ്റിംഗ് വിളിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ മേടിച്ചിട്ടുണ്ട്. നേരിട്ട് താഴെയുള്ളവരുമായിട്ടുള്ള ചർച്ചയൊന്നും നമ്മളില്ല. ഞങ്ങളെയും വിളിക്കും.
അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ പോകും. വിവരങ്ങളുമായി സഹിൻ ചേരുന്നുണ്ട്. സഹിൻ, ജനകീയ സമരസമിതി ഇപ്പോൾ തീരുമാനത്തിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ അവർ മയപ്പെടുത്തുന്ന സമീപനമാണോ ഇനി സ്വീകരിക്കാൻ പോകുന്നത്? ഒപ്പം തന്നെ ജില്ലാ കളക്ടർ എന്തൊക്കെയാണ് അവിടെ സംസാരിച്ചത്? 2 ആഴ്ചയ്ക്ക് ശേഷം അവർ വീണ്ടും ഇതിൽ തീരുമാനമായില്ലെങ്കിൽ സമരത്തിലേക്ക് തന്നെ, ശക്തമായ സമരത്തിലേക്ക് പോകുമെന്ന സന്ദേശം ഇപ്പോൾ അവിടെ പങ്കുവെക്കുന്നത് കേട്ടു. എന്തൊക്കെയാണ് സഹിൻ ഏറ്റവും ഒടുവിലായി പറയാൻ കഴിയുക? സംഗീത, ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുക, കണ്ണമാടി കടൽക്കയറ്റം ഇപ്പോൾ കളക്ടറുടെ ഉറപ്പിൽ ജനങ്ങൾ റോഡ് ഉപരോധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കളക്ടർ ചൊവ്വാഴ്ച കളക്ടറുമായി ഈ ജനകീയ വേദിയിലെ പ്രവർത്തകർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം ചർച്ച നടക്കും. പിന്നീടായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാവുക. 14 ദിവസത്തിനുള്ളിൽ ടെട്രാപോഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ലെങ്കിലും ജിയോ ബാഗ് അടക്കമുള്ളവ ഈ വെള്ളം കയറുന്നിടത്ത് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഉറപ്പാണ് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെക്കുറെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ ഹൈക്കോടതി ജഡ്ജി അടക്കമുള്ളവരെ കടത്തിവിടാതെ ജനം പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ജനം ഏറെക്കുറെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കളക്ടറുമായി ചൊവ്വാഴ്ച നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോകുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു തീരുമാനമാകണം, അല്ലെങ്കിൽ ശാശ്വത പരിഹാരം വേണം എന്നുള്ളതായിരുന്നു ജനങ്ങളുടെ ആവശ്യം. ഏറെക്കുറെ ഇപ്പോൾ കളക്ടറുടെ ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പിന്റെ പുറത്ത് അവർ അവരുടെ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സംഗീത, സഹിൻ, ഈ ഉറപ്പെന്ന് പറയുമ്പോൾ അടുത്ത ദിവസം, അതായത് ചൊവ്വാഴ്ച കളക്ടറുമായി ചേരുന്ന ഒരു യോഗമാണ് അവരുടെ മുന്നിലുള്ള പ്രതീക്ഷ. അവർക്ക് തികച്ചും പ്രതീക്ഷയുണ്ടോ ശരിക്കും? സ്വാഭാവികമായി ഈ ഘട്ടത്തിൽ അവർക്ക് പ്രതീക്ഷയല്ലാതെ മറ്റൊന്നും അവരുടെ കൈകളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാക്കുകൾ അവർക്ക് വിശ്വസിക്കേണ്ടതായി വരും. കാരണം എല്ലാ ദിവസവും വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു അധികാരികൾ എത്തി ഉറപ്പ് നൽകിയാൽ മാത്രമേ തങ്ങൾ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ നേരത്തെ വന്ന് ഇവരുമായി സംസാരിച്ചിരുന്നതാണ്. പക്ഷെ ആ സമയത്തൊന്നും ജനം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കളക്ടർ നേരിട്ടെത്തി. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ റോഡ് ഉപരോധം അവസാനിപ്പിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ആളുകൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ താൽക്കാലികമായി റോഡ് ഉപരോധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ചൊവ്വാഴ്ചത്തെ ചർച്ചയ്ക്ക് ഒരു തീരുമാനമായില്ലെങ്കിൽ അത് വലിയ സമരങ്ങളിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ഒരു നിലപാട് കൂടി ജനം സ്വീകരിച്ചിട്ടുണ്ട്. താൽക്കാലികമായി ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജിയോ ബാഗ് അടക്കമുള്ളവ 14 ദിവസത്തിനുള്ളിൽ ഇട്ടു നൽകാമെന്ന് ഉറപ്പ് നൽകിയത് കൊണ്ട് മാത്രമാണ് ജനം ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ഈ സമരം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. സംഗീത, ശരി സഹിൻ, കണ്ണമാലിയിലെ കടൽ കയറ്റം കളക്ടറുടെ ഉറപ്പിൽ ഇപ്പോൾ ഉപരോധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയൊക്കെ മുൻപുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറായിട്ടുള്ള NSK ഉമേഷ് സ്ഥലത്തേക്ക് എത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തുകയും ഒടുവിൽ അത് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തത്. സഹിൻ ആന്റണിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം കാണാം. എങ്ങനെ എടുക്കാൻ പറ്റുന്ന അടിയന്തരമായിട്ട് പരിശോധിച്ച ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും. ബാക്കി കാര്യങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യണം. അത് ഗവൺമെന്റ് പ്രോജക്ട്സ് ആണ്. അതിന്റെ ഫോളോ അപ്പ് നടന്നു വരുമ്പോൾ ഒരു തീരുമാനം വരും. അതല്ലാതെ താൽക്കാലിക ടെമ്പററി മെഷേഴ്സായിട്ട് നമ്മൾ ഈ വർഷം ചെല്ലാനം പഞ്ചായത്ത്, എടവനക്കാട്, നായരക്കൽ, ഇവിടെയെല്ലാം നമ്മൾ ജിയോ ബാഗ്സ് ഉൾപ്പെടെയുള്ള താൽക്കാലിക ശാശ്വത പരിഹാരം അല്ലെങ്കിലും അത് വരുന്നവരെ നമുക്കൊരു ടെമ്പററി റിലീഫ്, ഈ സീസണിലുള്ള ടെമ്പററി റിലീഫായിട്ട് നമ്മൾ ജിയോ ബാഗ്സ്, അതേപോലെ മണൽവാട, ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നു. സോ ഈ കാര്യങ്ങളാണ് അവിടെ ഞാൻ ഉന്നയിച്ച് ബ്രീഫ് ചെയ്ത കാര്യം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉടനെ തന്നെ ട്യൂസ്ഡേ മീറ്റിംഗ് എടുത്തിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷൻ നമുക്ക് എങ്ങനെ അത് നടപ്പിലാക്കാൻ പറ്റും നമുക്കത് പരിശോധിക്കാം. അതാണ് ഞാൻ ജനങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ മീഡിയയോട് പറഞ്ഞു. മീറ്റിംഗിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ഞാൻ പോർട്ട് ട്രസ്റ്റ് വിളിക്കുന്നുണ്ട്. ചെയർമാനെ തന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും. പോർട്ട് ട്രസ്റ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇവിടെ ഇവരും വേണമെങ്കിൽ ഇവർ മീറ്റിംഗിലല്ലെങ്കിലും അവർക്ക് അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കും.
ഇല്ല, അതാണ് അതിനെ പരിശോധിക്കുന്നത്. ഈ സൊല്യൂഷൻ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് നമ്മളെ ഗൈഡ്സ് ആൻഡ് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അവർ കൊടുത്തിട്ടുള്ള സൊല്യൂഷൻ സിസ്റ്റം നമ്മൾ മുന്നോട്ട് പോയി. ജിയോ ബാഗ് ആയാലും മണൽവാട ആയാലും ടെട്രോപോഡ് ആയാലും ഇല്ലെങ്കിൽ ജിയോ ട്യൂബ് ആയാലും എല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് സൊല്യൂഷൻ. സോ ഈ കാര്യം നമുക്ക് പരിശോധിച്ച് ചെയ്യാം. അത് നമ്മൾ ഉടനെ ട്യൂസ്ഡേ തന്നെ നിങ്ങൾ ബ്രീഫ് ചെയ്യാം. ടെട്രോപോഡിലാണ് ഒരു കാലതാമസം ഇവർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. താൽക്കാലിക പരിഹാരം ജിയോ ട്യൂബുകളും പറയുന്നത്. എന്താണ് ഈ ടെട്രോപോഡിൽ ഒരു കാലതാമസം? ഇല്ല, അത് സർക്കാർ ഉടനെ തീരുമാനമാണ്. അത് DPR ഉള്ളതാണ്. അത് സർക്കാർ അത് ഫിനാൻഷ്യൽ എല്ലാം നോക്കിയിട്ട് അപ്രൂവ് ചെയ്യാവുന്നതാണ്. അത് സർക്കാർ ലെവലിൽ കഴിഞ്ഞ ആഴ്ച പോലും അസംബ്ലി ഇറിഗേഷൻ മിനിസ്റ്റർ കണ്ടിരുന്നു. അതിലൊരു തീരുമാനം വരും. അത് സർക്കാർ ലെവലിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഓക്കെ, താങ്ക് യു.